എന്റെടാ, അവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി പിന്നെ മറ്റെടുത്ത് ചവിട്ടി കേറടാ. മര്യാദക്കിരുന്നോ കളപ്പന്നി. ഇല്ല ഞാൻ നിന്റെ തലക്കിട്ട് ചോട്ടും. ഇവളിത് എന്ത് കാട്ടാനാ ഇത്ര വലിയ മതില് വെളുത് വെച്ചേക്കുന്നത്? ഇതിനകത്ത് വല്ല നിധി ഇരിപ്പുണ്ടോ? കിടന്ന് ചിലക്കാതെ എന്നെ ആരെയും ഒന്ന് പിടിച്ച് കേറ്റാവോ? ഓ, ഇതിനെയും കൊണ്ട് ഏത് നേരത്താണോ ഇതിനെയും പോയിക്കൊണ്ട് വരാൻ തോന്നിയത്? എടാ ചിത്തു, ഇവിടെ അകത്ത് കയറ്റിയിട്ട് ഇറക്കിക്കൊണ്ട് വരണ്ട, അവിടെ എങ്ങാനും കിടക്കട്ടെ. ശരിയാടാളിയ, ഇതിലും വലിയ പണിയായിട്ട് എനിക്കിട്ട് കൊടുക്കാനില്ല. അവൻ അങ്ങോട്ട് തന്നെ വേണം, പന്നി. ഓഹോ, മിണ്ടാതിരുന്നിട്ട് നാത്തുമാരെ രണ്ടെണ്ണത്തിന് വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കഞ്ഞ് പറഞ്ഞില്ലെന്ന് വേണ്ട. മക്കൾ ഉറങ്ങിയോ? എല്ലാം കിച്ചൻ്റെ റൂമിലായിരുന്നു. ഇപ്പോഴാണ് സ്വന്തം റൂമിലോട്ട് പോയത്. ആ, എന്തായാലും കിച്ചു വന്നപ്പോഴാ പിള്ളേരുടെ മുഖം ഒന്ന് തെളിഞ്ഞ്. ഇനി എന്തായാലും നമ്മൾ മക്കളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം. അതിനെക്കുറിച്ചൊക്കെ നാളെ സംസാരിക്കാമല്ലോ. നിങ്ങളിപ്പോൾ വന്ന് കിടക്കാൻ നോക്ക്. 2, 4, 6. ഓ, ടോട്ടൽ കൺഫ്യൂഷൻ ആണല്ലോ. എത്ര മുറിയാ ഇവിടെ? നീ എന്താടാ അളിയാ മണത്തി നോക്കുന്നത്? അല്ല, എന്റെ മാളുവിന്റെ മണം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്. ഓ ചേട്ട, നമുക്ക് രണ്ടും കൽപ്പിച്ച് ഏതേലും മുറിയിലങ്ങ് കയറിയാലോ? ഏയ്, അത് വേണ്ട. നീ എങ്ങാനും ആള് തെറ്റി എന്റെ മാളുവിന്റെ റൂമിൽ കയറിയ, ദൈവമേ, എന്റെ കുടുംബജീവിതം. ശരിയാ, അത് റിസ്ക. നീ എങ്ങാനും ദേയുടെ റൂമിൽ മാറി കയറിയാ? ഓ, ആരെവിടെ കയറിയാലും ആക്രാന്തമൊന്നും കാണിക്കല്ല. അത് നിങ്ങളുടെ പ്രോപ്പർട്ടി തന്നെ. പയ്യെ തിന്ന പനയും തിന്ന. അപ്പോ ഗുഡ് ബൈ, ഞാൻ പോട്ടെ. ഡാ, ദേ അവള് കാവടി തുള്ളി പോണു. ആക്രാന്തം ആർക്കാന്ന് ഇപ്പൊ ശരിക്കും മനസ്സിലായി. ആടിനെ മിച്ചം വെച്ചേക്കണേ ദൈവമേ. എന്നാ ശരി ഡാളിയ, ഞാൻ എങ്ങോട്ടേലൊക്കെ പോട്ടെ. എന്റെ ചക്കരെ, ചേട്ടൻ ഇതാ വരുന്നു മോളെ. കൊച്ചു കള്ളൻ, എന്തേലും ആവശ്യം വന്നാ വിളിക്കണേ. ആരെ? നിന്നെയോ? എന്നെയല്ല, ദൈവത്തിനെ. ഞാൻ വിളിച്ചു പോരുത്, ഞാൻ ഭയങ്കര ബിസിയാ. ബൈ എന്നാ. ആ ചക്ക വെട്ടിയിട്ടേക്കുന്ന പോലെ കിടക്കുന്നത് എൻ്റെ ഡെന്നി ആവണ ദൈവമേ. ആ, ദേ കിടക്കുന്നു എൻ്റെ ഡെന്നി. ദൈവമേ, എനിക്ക് കൺട്രോള് തരണേ. ഇവിടെ ആരും ഇല്ലേ? കിടന്ന് കാറിലേടി പെണ്ണേ. എന്ത് തേങ്ങയടി നീ പറയുന്നേ? വാ പൊത്തി പിടിച്ചിട്ടാണോ എന്താന്ന് ചോദിക്കുന്നത്? നിന്റെ നാക്കിന്റെ നീളം അനുസരിച്ച് വാ പൊത്തി പിടിച്ചാലും സംസാരിക്കുന്ന ഞാൻ കരുതിപ്പോയി. ഇയാളിപ്പോ എന്തെന്നാവിന്റെ നീളം അളക്കാൻ വന്നാണോ? അല്ല, താനെന്താ ഇവിടെ? അത് ഈ നേരത്ത്? എനിക്ക് എന്റെ ബെഡിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പൊ വിചാരിച്ചു ഇവിടത്തെ കട്ടിലിൽ വന്ന് കിടന്നുറങ്ങാന്ന്. നീയും വാ, വന്ന് കിടക്കും ഒരു കമ്പനിക്ക്, നമുക്ക് ഉറങ്ങാം. ഇയാളെ ഞാൻ ഇത് അവളുടെ റൂം തന്നെ അല്ലേ? ആ, അതെ. കുറെ ഫോട്ടോ ഒക്കെ ഇരിപ്പുണ്ട്. തരക്കേടില്ല, ചെറിയ ഭംഗിയൊക്കെ ഉണ്ട്. താനിതെന്തേ കാണിക്കുന്നേ? പ്ലീസ് ദയാ, കുറച്ച് നേരം കൂടെ നീ ഇങ്ങനെ നിൽക്കുക. ഐ റിയലി മിസ് യു. ഞാനിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്ക് നിന്നെ കാണാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്തിനാ കാണുന്നേ? എനിക്ക് നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ട്. ഓ, പുതിയ നാടകമാകുമല്ലേ? ഐ ആം വെരി വെരി സീരിയസ് അബൌട്ട് യു. ഇനി നിന്നെ ആർക്കും കൊടുക്കില്ല ഞാൻ. എനിക്ക് വേണം നിന്നെ. അഭിജിത്ത്, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ എങ്ങനെയാണെന്നും എന്തൊക്കെ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നും ഞാൻ കണ്ടതാ. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. ഞാൻ നിന്നെ വെറുത്തപ്പോൾ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത് എക്സ്റ്റെൻഡ് വരെ പോകുന്നു. നീ കണ്ടതാ. ഇനി നിന്നെ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാനിത് അറ്റം വരെ പോകുന്നു.
നിനക്ക് ഞാൻ കാണിച്ചു തരാടി. എന്താ അതേ ഇത്? നിന്റെ ഫ്യൂച്ചർ ഹബ്ബി നിന്നെ കാണാൻ വേണ്ടി ആദ്യമായിട്ട് നിന്റെ വീട്ടിൽ വന്നിട്ട് ഒരു കോഫി പോലും നീ തന്നില്ലല്ലോ. ഹബ്ബിയോ? ഏത് ഹബ്ബി? ആരുടെ ഹബ്ബി? എന്താ അതേ ഒന്നും അറിയാത്ത പോലെ പോ അവിടുന്ന്. എനിക്ക് നാണം വരുന്നു. ദേ, നിങ്ങളുടെ ഈ ക്ലീശ പരിപാടി ഇവിടെ വെച്ച് നിർത്തിക്കണം. എന്റെ പൊന്നതേ, എന്താ നീ? ദയ്യ അത് വേണ്ട, കുഞ്ഞി അതും വേണ്ട. എനിക്കെന്തോ ഡിസ്റ്റൻസ് തോന്നുന്നു. ദയ്യ എന്ന പേര് നിന്നെ എല്ലാവരും വിളിക്കുന്നല്ലേ, കുഞ്ഞി നിന്റെ സോ കോൾഡ് ഫാമിലി വിളിക്കുന്നത്. സോ ഐ വിൽ കോൾ യു ദിച്ചു. അബിയുടെ ദിച്ചു. ദയ അഭിജിത്ത് വർമ്മ. നിനക്കറിയോടെ പൊട്ട, പണ്ട് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ നിന്നെ കൊണ്ട് ചെറിയൊരു വായി നടത്തി തുടങ്ങിയതാ. ഇപ്പോൾ എനിക്ക് പറ്റത്തില്ലട നീ ഇല്ലാതെ. നീ ഹോസ്പിറ്റലിലായപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി എന്തുമാത്രം ആഴത്തിൽ നീ എൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നതാണ്. നീ എന്നെ എത്രമാത്രം അകറ്റി നിർത്തിയാലും ഞാൻ ട്രൈ ചെയ്യും നിന്നെ നേടാൻ. ദയവ് ചെയ്ത് എനിക്ക് പകരം വേറെ ആരെയും മനസ്സിൽ കയറ്റിയേക്കെഴുതേടാ. വെറുതെ എന്നെ ഒരു കൊലപാതകയാക്കരുത് നീ. നിനക്കറിയോ, ജിത്ത് എനിക്ക് പ്രോമിസ് ചെയ്തേക്കുക നിന്നെ എനിക്ക് തന്നെ നേടിത്തരുമെന്ന്. സത്യം പറയാലോ, ഞാൻ ഒരു വിധത്തിലായി പിടിച്ച് നിൽക്കുന്നേ. നീ ഓരോ വട്ടവും എന്നെ വേണ്ടാന്ന് പറയുമ്പോൾ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു വേദനയാടാ. കുറച്ചു നേരം നിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയാണ് വന്നത്. ബട്ട് ഇനി നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോകൂടാ. ഞാൻ പോവാണേ. നീ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ എന്റെ റൂമിൽ കയറിയേ. ഇനി എന്റെ അനുവാദം കിട്ടിയിട്ട് നീ പുറത്തു പോവും. അത്രയും കടുത്ത തീരുമാനം വേണോ മോനെ? ഞാനെങ്ങാനും നിന്നെ കയറി എന്തെങ്കിലും ചെയ്താ എൻ്റെ പൊന്നു മോനെ അത് വലിയ നാണക്കേടാവും. ഈ പറയുന്ന കാര്യം എനിക്ക് അങ്ങോട്ടും ചെയ്യാലോ. അല്ല, അതിന് നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നേ? അടുത്തേക്ക് വരാതെ പിന്നെ എങ്ങനെയാ? ഡെന്നി, എനിക്ക് പോണം. ശ്ശ്. നീ എന്ത് ധൈര്യത്തിലാ ഈ പാതിരാത്രി ഒരു ചെറുപ്പക്കാരന്റെ, അതും നിന്നെ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് തനിച്ചു വന്നേ? ഓ, എനിക്ക് ധൈര്യം തരാൻ വന്ന രണ്ടെണ്ണം നിന്റെ പെങ്ങമ്മയുടെ റൂമിലാണെന്ന് ഞാൻ എങ്ങനെ പറയും? ഏയ് മാളു എറിയല്ലടി. എടി പ്രോമിസ് ഇനി ഇല്ല. എറിയുന്ന ഒന്ന് നിർത്തടി. പോടാ കള്ളപ്പന്നി, എനിക്കിട്ടില്ല നീ വേറെ പെണ്ണിനെ പിടിക്കുമല്ലേ? എടി മോളെ അങ്ങനെ എന്നല്ലടി. ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേടി. നീ ഒന്നും പറയണ്ടടാ പട്ടി. എന്റെ പൊന്നടി, ഇങ്ങനെ എറിഞ്ഞാൽ നിന്റെ പിള്ളേർക്ക് തന്നയില്ലാതാവൂടി. പോടാ നാണമില്ലാത്തവൻ. മതി, വാടി ഇവിടെ. എന്റെ എല്ലാം എല്ലാമല്ലേ എന്റെ ചേരത്ത. ദൈവത്തെ ഓർത്ത് ഒന്ന് ഇറങ്ങി പോടോ. എന്താ എന്റെ ചേച്ചി ഇത്? ഈ ടോട്ടാ എനിക്കാണോ നീ നിന്റെ ഹബ്ബീനെ വിളിക്കുന്നത്? ഓ, തന്നെ ഇനി ഞാൻ ചേട്ടാന്ന് വിളിക്കണായിരിക്കും അല്ലേടോ? ചേട്ടനൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. നീ എന്നെ അബീന്ന് വിളിച്ചാ മതി. മോളെ കുഞ്ഞി, വാതിൽ തുറന്നേ. അയ്യോ കിച്ചുവേട്ടൻ. എന്താ മോനെ ഉദ്ദേശം? ദുരുദ്ദേശാണെന്ന് കൂട്ടിക്കോ. ആ അയ്യോ, വേദനിച്ചോ? നീ ഇവിടെ ഇരിക്ക. നീ എന്തിനാ കരയുന്നത്? ഇനി എനിക്ക് പറ്റില്ല ഡെന്നി. എൻ്റെ സെൽഫ് റെസ്പെക്ട്, എൻ്റെ വീട്ടുകാരുടെ താല്പര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ഈ 2 വർഷം ഞാൻ നിൻ്റെ പുറകെ നടന്നേ. കാത്തിയും ചിത്തയും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്നെ വട്ടുപിടിച്ച് പോയേനെ. ഐ നോ, ഞാൻ ഒരുപാട് സംസാരിക്കും, ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യും. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പക്ഷെ പ്ലീസ് ഡെന്നി, എന്നെ ഇനിയും വേണ്ടെന്ന് മാത്രം പറയില്ലേ. എടി കോപ്പേ, നിനക്ക് ഓർമ്മയുണ്ടോടി നമ്മുടെ ഫസ്റ്റ് മീറ്റ് എങ്ങനെയായിരുന്നെന്ന്? ആ ജിത്തുവിന്റെ ബുള്ളറ്റ് കൊണ്ടുവന്ന് എന്റെ നെഞ്ചത്ത് കയറ്റിയത് മനസ്സ്. പിന്നെ നീ പറഞ്ഞില്ലേ നീ ഒരുപാട് സംസാരിക്കുന്നു. നിന്റെ ആ സംസാരം ഞാൻ എത്രമാത്രം എൻജോയ് ചെയ്തെന്ന് അറിയൂടെ നിനക്ക്? എൻ്റെ പെങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഓവർ പ്രൊട്ടക്റ്റീവായിട്ടേ നിന്നിട്ടുള്ളൂ. ഇന്ന് വരെ ഞാൻ ആർക്കും എൻ്റെ വീക്ക് സൈഡ് കാണിച്ചിട്ടില്ല. പക്ഷേ
ആരുടെയൊക്കെ മുന്നിൽ എനിക്ക് വീക്കാകാൻ പറ്റുന്ന മനസ്സിലായത് നിന്നെ കണ്ടപ്പോൾ തൊട്ടാ. ആ നിന്നെ എനിക്ക് എങ്ങനെ വിട്ടുകളയാൻ പറ്റുമടി? എന്നുവെച്ചാ എടി മണ്ടി, ഐ ലവ് യു എന്ന്. ഈ 2 വർഷം നിന്റെ വായിൽ പൂച്ച പറ്റി കിടക്കുമായിരുന്നോടാ. അത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ്. അവന്റെ കുഞ്ഞമ്മയുടെ ഒരു എന്റർടൈൻമെന്റ്. ആ ടൈമിൽ ഞാൻ വേറെ ആരുടെയും കൂടെ സെറ്റ് ആയിരുന്നെങ്കിൽ. അതിന് നീ എന്നെ വിട്ടു പോകത്തില്ലെന്ന് എനിക്കറിയാലോ. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവത്തില്ല. ഞാൻ പോവാ. അതായിരിക്കും നിന്റെ ആരോഗ്യത്തിന് നല്ലത്. വാ, ഞാൻ താഴോട്ട് കൊണ്ടാക്കാം. എടോ എവിടെയും പോയി ഒളിക്കടോ. എവിടെ വിളിക്കാൻ? ആ അലമാരിലെങ്ങാനും പോയിരിക്കും. മോളെ, നീ ഉറങ്ങിയില്ലേ? ഉറങ്ങിയില്ല ഏട്ടാ. എന്താ ഏട്ടാ ഈ സമയത്ത്? ഇതെന്താ മോളെ നിനക്ക് പറ്റിയേ? നീ ആകെ വരയ്ക്കുന്നുണ്ടല്ലോ. അതേട്ടാ, അത് ചൂട് 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 കൊണ്ടാ. ചൂട് കാരണം വരയ്ക്കാനോ? നിനക്ക് എന്താ കൊച്ച പറ്റിയേ? ചേട്ടൻ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആ, എനിക്കെന്തോ കിടന്നിട്ട് അങ്ങ് ഉറക്കം വരുന്നില്ല. അപ്പൊ വിചാരിച്ചു നിന്നോട് വന്ന് സംസാരിച്ചിരിക്കാന്ന്. എൻ്റെ പൊന്നെ കിച്ചു ചേട്ടാ, എനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ട്. നാളെ കോളേജിൽ പോകാനുള്ള ഞാൻ ഉറങ്ങാൻ പോവാണേ. ഏട്ടൻ പോയി കിടന്നുറങ്ങിക്കേ. കോളേജോ? നാളെ എന്നെ ഹോളിഡേ അല്ലേ? പിന്നെന്താ? അത് നാളെ ഹോളിഡേ ആണേലും എനിക്ക് ഉറങ്ങണം. എനിക്ക് ഉറക്കം വരിക. അപ്പം ശരി, ഞാൻ പോയി കിടക്കുവാണേ. ബൈ, ഗുഡ് നൈറ്റ്. ഏതവനാടിയവൻ? എവൻ ഇപ്പൊ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുത്തൻ വന്നില്ലേ, അവൻ ആരാന്ന്? ഹോ, അതോ? അതറിഞ്ഞോട്ടെ ഇപ്പം എന്തിനാ തനിക്ക്? ദയാ, കളിക്കില്ലേ, കാര്യം പറ. ആരാവൻ? ഇത് ഞാൻ കെട്ടാൻ പോകുന്ന ചെറുക്കനാ. എന്താ വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ പിന്നെ ഞാൻ നിന്റെ ആരാടി? താൻ നിന്ന് സമയം കളയാതെ പോവാൻ നോക്ക്. ദച്ചു, നിനക്ക് ഞാൻ 1 വീക്ക് സമയം തരും. അതിനു മുന്നേ നീ എന്നെ കുറിച്ച് എന്താ ഫീൽ ചെയ്യുന്നത് എന്നോട് പറഞ്ഞിരിക്കണം. ഓ 1 വീക്കിനുള്ളിൽ ഞാൻ പറയണോ? ഞാൻ പറഞ്ഞില്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി രാത്രിയിൽ മതിൽ ചാടും. എന്നിട്ട് നിന്റെ റൂമിൽ കയറും. ഒരു കാണിച്ച നിന്റെ ചേട്ടനും അങ്ങളും എല്ലാവരും ഓടി വരും ഇവിടെ. പിന്നെ സിമ്പിൾ, എൻ്റെയും നിന്റെയും കല്യാണം. നിന്നെ എനിക്ക് അവിടെ കെട്ടിച്ചു തരൂടി. എത്ര നല്ല നടക്കാത്ത സ്വപ്നം. ചെറ്റ. തൽക്കാലം താ വാ, ഞാൻ വെളിയെ കൊണ്ടാക്കാം. കാർത്തിക്, നിങ്ങൾക്ക് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാതെ? നമ്മുടെ ഇടയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അന്നേ കഴിഞ്ഞതാ. ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല പ്ലീസ്. എപ്പോ മുതലാടി ഞാൻ നിനക്ക് ഡിസ്റ്റർബൻസ് ആയത്? എന്നെ ആദ്യം സ്നേഹിച്ചത് നീയാ. എന്തു വന്നാലും എന്നെ ഇട്ടിട്ട് പോവില്ല എന്ന് പറഞ്ഞ് നടന്നതും നീയാ. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഞാൻ എങ്ങനെയാ നിനക്ക് ആരും അല്ലാതായത്? അതോ എനിക്ക് പകരം വേറെ ആരെങ്കിലും നിനക്ക് കിട്ടിയാ? മതി കാർത്തി, നിർത്തും. ഞാൻ എന്തിനാ നിന്നെ ഉപേക്ഷിച്ച് പോയെന്നല്ലേ നിനക്ക് അറിയണ്ടേ? പോയി നിന്റെ അമ്മയോട് ചോദിക്ക് എന്തായിരുന്നു അവരുടെ പ്രശ്നമെന്ന്. അമ്മയോ? അമ്മ എങ്ങനെയാ ഇതിൽ ഇൻവോൾവ് ആയേ? അതെല്ലാം നിങ്ങൾ ചെന്ന് നേരിട്ട് ചോദിച്ചാൽ മതി. ശരി, ഞാൻ ഇപ്പൊ പോകുന്നു. പക്ഷേ എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് ഞാൻ വീണ്ടും വരും. നിങ്ങളെല്ലാരും പോയ കാര്യം എന്തായി? അല്ല കാർത്തി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അതൊക്കെ പറയാം, നിങ്ങൾ വന്ന വണ്ടിയിൽ കയറ്. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെല്ലാം പറയാം, നീ ആദ്യം വണ്ടിയിൽ കയറ്. അമ്മയ്ക്ക് എന്താ പറ്റിയേ? അയ്യോ, ആന്റിയുടെ നെറ്റ് കുറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നുമില്ല മക്കളെ, ഞാൻ ഒന്ന് സ്റ്റെയറിൽ നിന്ന് വീണതാ. അമ്മ കള്ളം പറയാൻ നോക്കണ്ട. ആരെവിടെ വന്നത്? അത് മോനെ, നീ എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. ആ ശിവപ്രസാദ് വന്നായിരുന്നു. നമ്മൾ ആ കേസിൽ നിന്ന് പിന്മാറുന്നു പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടിയതാ ഇതെല്ലാം. എല്ലാം ഉപേക്ഷിക്കാമെന്ന് വിചാരിക്കുമ്പോ സമ്മതിക്കുന്നില്ലല്ലോ ഇവരാരും. മോനെ ചിത്തു, നീ എങ്ങോട്ടാ പോകുന്നേ? നിക്ക് മോനെ. ഉണ്ണി, നീ അമ്മയുടെ കൂടെ ഇരിക്കുക, ഞാൻ അവന്റെ കൂടെ പോയിട്ട് വരാം.